എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് വൈപ്പർ ബ്ലേഡ്സ് നമുക്ക് കഴിവതും പൊക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതും ചെയ്യേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ്, അതായത് നമ്മുടെ വൈപ്പർ ബ്ലേഡിന് എങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. അതായത് മാറാനുള്ള സമയമായോ അതോ ഇനി കുറച്ച് നാളും കൂടെ ഓടുമോ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വൈപ്പർ ബ്ലേഡ്. എല്ലാ വാഹനങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമല്ല, ചില വാഹനങ്ങൾക്ക് ബാക്കിലും വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് എല്ലാ വാഹനത്തിനും ബാക്കിൽ വരുന്നില്ല? വേറെ ഒന്നും കൊണ്ടല്ല, വൈപ്പർ ബ്ലേഡ് ബാക്കിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാഹനത്തിന് റേറ്റ് കൂടും. അതുകൊണ്ടാണ് ടോപ്പ് എൻഡ് വാഹനങ്ങൾക്ക് മാത്രം ബാക്കിൽ വൈപ്പർ ബ്ലേഡ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ വൈപ്പർ ബ്ലേഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മുടെ വൈപ്പർ ബ്ലേഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി വെക്കാം. കണ്ടോ, ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലേഡിൻ്റെ തൊട്ട് താഴെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ ഓടിച്ച് നോക്കാം. ഞാൻ ഈ ഓടിക്കുന്ന പോലെ കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആണെങ്കിൽ, നല്ല സോഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ പിടിക്കുമ്പോൾ അറിയാമല്ലോ. ഇത് കുറച്ച് ഹാർഡാണ് കമ്പാരിറ്റീവ്ലി. കണ്ടോ, ഇച്ചിരി കട്ടിയുണ്ട്. ഇതിപ്പോൾ എടുത്തിട്ട് എനിക്ക് ഒന്ന് 1 വർഷത്തോളമായെന്ന് തോന്നി ഈ വൈപ്പർ ബ്ലേഡ് മാറിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വാഹനത്തിനകത്ത് കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇഗ്നിഷൻ കീ ഓൺ ആക്കിയോ വാഹനത്തിൻ്റെ വാഷർ സ്പ്രേ നമ്മളൊന്ന് ഓൺ ആക്കുക. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വാഷർ സ്പ്രേ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ലൈൻസ് വല്ലതും വീഴുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ലൈൻസ് വല്ലതും വീഴുന്നുണ്ട്. ചെറിയ രീതിക്ക് 2-3 ലൈൻസ് മാത്രം വീഴുന്നുള്ളൂ. അപ്പോൾ ഈ 2-3 ലൈൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ചെറിയ രീതിക്ക് മാത്രം ഇവൻ കംപ്ലൈൻ്റ് ആകാൻ തുടങ്ങിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് പ്രശ്നമായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം രണ്ടാമത്തെ പോയിന്റ്, സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരച്ചിലൊച്ചയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡിന് സൗണ്ട് ഉണ്ട്, മാറിവിടണം, റബ്ബർ ഹാർഡായി എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ ലൈൻസ് വീഴുന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ ചെറിയ ലൈൻസ് അല്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ലൈൻസ് വീഴുകയാണെങ്കിൽ അതും നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ വൈപ്പർ ബ്ലേഡ് മാറിക്കണം. കാരണം ചെറിയൊരു ലാഭം നോക്കുന്നതിന് പകരം ആ ലാഭത്തിന് പകരം നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകും. നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ഉറപ്പിക്കുക. അത് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ റബ്ബർ ബ്ലേഡ് ഹാർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഹാർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാടി പിടിക്കുന്നത് പോലെ വാഹനത്തിൻ്റെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഗ്ലാസ് ക്ലീൻ ആകാതെ വരുന്നുണ്ടായിരിക്കും. അതായത് വാഹനത്തിൻ്റെ ഗ്ലാസ് ഒരു രീതിക്കും ക്ലീൻ ആകുന്നില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആകുന്ന പോലെ തോന്നും. അപ്പം ഈ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. വാഹനം ഒരു തവണ വൈപ്പ് ചെയ്ത് തിരിച്ചു പോയി കഴിയുമ്പോൾ വൃത്തിയാകണം. അങ്ങനെ വൃത്തിയാകുന്നില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വൈപ്പർ ബ്ലേഡ് മാറി വിടണം. ഇനി ഇതിലൊക്കെ ഉപരി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് വൈപ്പർ ബ്ലേഡ്സ് നമുക്ക് കഴിവതും പൊക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അതും ചെയ്യേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. വെയിലത്ത് കൊണ്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വണ്ടിയിലോട്ട് വന്ന് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ നേരെ വന്നിട്ട് വൈപ്പർ ബ്ലേഡ് വിത്ത് സ്ക്രീൻ വാഷും കൂടെ യൂസ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്തേക്കുക. അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ റബ്ബർ ബ്ലേഡ് നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടെ വന്നു കഴിയുമ്പോൾ അത് തണുത്തോളും, സോഫ്റ്റ് ആയിക്കോളും, ഹാർഡായി പോകത്തില്ല. പക്ഷേ നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം നല്ല വെയിലത്ത് കൊണ്ടിടുകയും ചെയ്യും, വൈപ്പർ പൊക്കി വെക്കത്തുമില്ല, തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതുപോലെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഉറഞ്ഞു പോകും, അല്ലെങ്കിൽ ഈ ഒരു റബ്ബർ, ഈ സോഫ്റ്റ് റബ്ബർ ഹാർഡായി പോകും. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ, വെയിലത്ത് കൊണ്ടിട്ടോ ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മളിത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷർ സ്പ്രേ ഒന്ന് അടിച്ച് അന്നേരം തന്നെ, അതായത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ വാഷർ സ്പ്രേ അടിച്ച് ഒന്ന് സ്മൂത്താക്കി ഇട്ടേക്കുക. വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറാൻ വേണ്ടിയിട്ട് 1 വർഷം പറയുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് മാറേണ്ടതെന്ന് പറയുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പീരീഡ് പറയുന്നില്ലെങ്കിൽ പോലും 1 വർഷം കൂടുമ്പോഴെങ്കിലും വൈപ്പർ ബ്ലേഡ് മാറുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്താണ് കൂടുതലും പേരും വൈപ്പർ ബ്ലേഡ് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് മാറേണ്ട കാര്യമില്ലേ? മോശമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് കാലമാണെന്ന് നോക്കണ്ട, വൈപ്പർ ബ്ലേഡ് മാറി വിട്ടോണം. കാരണം ആ ഒരു ചെറിയ ലാഭം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിന് പ്രശ്നം വരുന്നുണ്ട്. കാരണം എപ്പോഴാണ് മഴ വരുന്നത് പറയാൻ പറ്റത്തില്ല. ഇനി അഥവാ മഴയല്ല, നമ്മുടെ ഗ്ലാസ്സിലോട്ട് വേറെ എന്തെങ്കിലും വീണ് നമുക്ക് ജസ്റ്റ് ഗ്ലാസ് ഒന്ന് വാഷ് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, ബ്ലേഡ് മടുപ്പാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ആരും ആ കാര്യം മറക്കരുത്.